ഹലോ, ഇന്ന് നമ്മൾ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ അതിന് ഈ മാസ്കിങ് ടേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നോക്കി ഇതിൻ്റെ സൈഡൊന്നും വലിയ ഭംഗിയൊന്നും ആയിട്ടില്ല കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാസ്കിങ് ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ പോവാം. ഞാനിവിടെ നല്ല ഭംഗിയായിട്ട് 4 സൈഡും മാസ്കിങ് ടേപ്പ് വെച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ബോർഡറൊക്കെ. ഇതെന്താണെന്നറിയോ? ഇത് ഗ്ലൂ ആണേ. കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുക, ഡൈല്യൂട്ട് ചെയ്തിരിക്കുക. എന്നിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ മേലെ 2 ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ശരി, ഞാൻ എന്താ ഇവിടെ ഒട്ടിച്ചും കഴിഞ്ഞു, പടവും വരച്ച് കഴിഞ്ഞു. കുറച്ച് ലീവ്സിൻ്റെ പടമാണ് വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതെന്തിൻ്റെ ഇലയെന്ന് മാത്രം ചോദിക്കല്ലേ പ്ലീസ്, എനിക്കറിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ വരാകുറി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രാക്ടിക്കലിലേക്ക് കിടക്കുവാണ്. ഇതാണ് വാൾപുട്ടി. ഈ ഒരു ഐറ്റത്തിന് തമിഴ്നാട്ടിൽ എന്താ പറയണമെന്നറിയോ? പട്ടി, വാൾപട്ടി. ഗൂഗിൾ പ്രൊനൗൺസിയേഷൻ എടുത്ത് നോക്കിയപ്പോഴാണ് വാൾപട്ടിയെ ശരി, കറക്റ്റാ. അപ്പം നമ്മളെന്താ പറഞ്ഞുകൊണ്ട് വന്നേ? വാൾപട്ടി പ്ലസ് കുറച്ച് വെള്ളം പ്ലസ് കുറച്ച് ഗ്ലൂ. ഒരുപാട് ഗ്ലൂ ചേർക്കരുത്, ഇത് പൊട്ടിപ്പോവും. സ്വല്പം ചേർക്കാൻ പാടുള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ലൂസനാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഭവമില്ലേ, അതിൻ്റെ പേരാണ് സ്പാച്ചുല പാലറ്റ് നൈഫ്. ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് ഓരോ ലീഫിലും ഈ സ്പാച്ചുല യൂസ് ചെയ്ത് നന്നായിട്ട് ഒരേ തിക്നെസ്സിൽ, ഈവൻ തിക്നെസ്സിൽ വരുന്ന രീതിയിൽ ഈ വാൾപുട്ടി നമ്മുടെ മിക്സറില്ലേ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ചെറിയ ലൈൻസ്, ഒരു ഗ്രെയിൻസ് പോലെ ചുമ്മാ ലൈൻസ് കൊടുത്തു വിടുക. പ്ലെയിൻ ആയിരുന്നു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. നമുക്ക് ആ ലീഫിൻ്റെ ടെക്സ്ചർ വരുന്ന പോലെ ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ഈ എല്ലാ ലീവ്സിലും ഇതുപോലെ സെയിം ആയിട്ട് ഈവൻ തിക്നെസ്സിൽ ഇതുപോലെ വാൾപുട്ടി അപ്ലൈ ചെയ്ത് വിടുക. വാൾപുട്ടി അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ലൈൻസ് കൂടെ ഇട്ട് പോകാൻ മറക്കരുത്. കാരണം അത് ഡ്രൈ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഇടാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പൊട്ടിപ്പോവാൻ, ക്രാക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരി, ഇവിടെ ലീവ്സ് എല്ലാത്തിനും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലീവ്സിനൊക്കെ ഒരു ഔട്ട്ലൈൻ വേണ്ട. ഇപ്പോൾ ഒരു സ്മഡ്ജായി ഒരു ഭംഗിയില്ലാണ്ടിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ ഇതേ വാൾപുട്ടി തന്നെ ചെറിയൊരു ബോൾ ഷേപ്പിലെടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നീളത്തിലായി ഇടും കേട്ടോ. ഇതാണ് പറയുന്നത് ഫെവിക്കോൾ ഒരുപാട് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് കിട്ടില്ല, സ്ട്രെച്ചായിട്ട് കിട്ടില്ല, അത് പൊട്ടിപ്പോകും പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ഒരു ഈവൻ തിക്നെസ്സിൽ ഇതും കിട്ടും. നമ്മൾ ഒരു നൂല് പോലെ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് നേരത്തെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്ലൂ ഇതിൻ്റെ സൈഡിൽ എഡ്ജിൽ അങ്ങനെ തേച്ച് കൊടുത്ത് ഈ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വാൾപുട്ടിയുടെ ചരട് ഇങ്ങനെ സൈഡിൽ കൂടെ ഒട്ടിച്ച് കൊടുക്കുക. പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം, പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിങ്ങനെ പതുക്കെ ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ പതുക്കെ നമുക്കതിൻ്റെ ആ തണ്ടില്ലേ, ആ തണ്ട് കൂടെ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇലയും തണ്ടും വേറെ വേറെ നിൽക്കരുത്, അതുകൊണ്ട് തണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അത് ഒരു ഭംഗിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നിട്ട് പതുക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടിച്ചു കൊടുക്കും മുമ്പ് ഗ്ലൂ അപ്ലൈ ചെയ്യാൻ മറക്കരുതേ, അല്ലെങ്കിൽ ഒട്ടിയിരിക്കില്ല അതിൽ. അപ്പോൾ നമ്മൾ എഡ്ജെല്ലാം ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പതുക്കെ അതിൻ്റെ തണ്ടുകളെല്ലാം കൂടെ ഒട്ടിച്ച് ഈ വാൾപുട്ടിയുടെ പരിപാടിയൊക്കെ നമുക്കങ്ങ് തീർക്കാം. അപ്പോൾ ഓക്കെ, അതും അങ്ങനെ ഫിനിഷിങ് സ്റ്റേജിലേക്ക്. വാൾപുട്ടി നമുക്കിനി മാറ്റി. നെക്സ്റ്റ് കളറിങ്. ഞാനിവിടെ പ്രിഫർ ചെയ്യുന്ന കളേഴ്സ് ബ്രൗൺ ആൻഡ് ഗ്രീൻ ആണേ. ബ്രൗൺ ഗ്രീൻ അങ്ങനെ ഒരു ഓർഡറിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബ്രൗൺ കളറിലുള്ള ലീവ്സ് എല്ലാം ആദ്യം കളർ ചെയ്ത് കൊടുക്കാം, ദെൻ ഗ്രീൻ. ഓക്കെ,
അപ്പോൾ ദാ നമ്മുടെ ഗ്രീൻ ലാസ്റ്റ് വൺ. അപ്പോൾ ദാ ഒരെണ്ണം ബാക്കിയുണ്ട്. അതിലെന്ത് ചെയ്യുക അല്ലേ, നമുക്കതിൽ ഗോൾഡൻ കളർ കൊടുക്കാം, ഒരു ചേഞ്ച്. ഈ ഗോൾഡൻ കളർ കൂടെ വരുമ്പോഴേ അടിപൊളി ലുക്കാണ്. ഈ വർക്ക് കണ്ടിട്ട് എന്താ തോന്നണേ, ഈസി അല്ലേ ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഗോൾഡൻ കളറേ ചെറുതായിട്ട് ആ ബ്രൗൺ കളറിൻ്റെ മേലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. കുറേയൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്പിലെടുത്ത് ടച്ച് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലീവ്സ് കളറിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി എന്താ ബാലൻസ് ഉള്ളത്, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യണം. അത് നമ്മളിപ്പോൾ ഇത്രയും കളേഴ്സ് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കുറച്ച് ബ്ലാക്ക്, ഒരല്പം ഒരു പൊട്ടിക്ക് ബ്ലാക്ക് കൂടെ ചേർത്ത് അങ്ങോട്ട് കളർ ചെയ്താൽ മതി. ഈ ബ്ലാക്ക് കളർ എഡ്ജിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ എന്തിനാണെന്നറിയോ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് കാർഡ് ബോർഡല്ലേ, ശരിക്കും പറഞ്ഞാൽ കാർഡ് ബോർഡിൽ അതിനകത്ത് ഒരുപാട് ലൈൻസ് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടെക്സ്ചർ വെളിയെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണേ. അത് 2 or 3 ഒക്കെ ഒട്ടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല അത് കാർഡ് ബോർഡാണെന്ന്. അതാ സംസാരിച്ച് നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷായി. ദ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് അവിടെ കൂടെ ഗോൾഡൻ കളറിൽ ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.